نحمده نصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم آمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ദിവസമായി അല്ലേ അദബ് അഖ്ലാഖ് എന്ന് കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അദബ്, എന്താണ് അഖ്ലാഖ് എന്ന്. ഓക്കെ അപ്പോൾ അദബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, പുറമേ കാണിക്കുന്ന ആ മാനറിസം, ആ ഒരു ബിഹേവിയർ, അതാണ് ശരിക്ക് അദബ്. what we show on the outside. ഇതിൻ്റെ റൂട്ട് മീനിങ്, ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണ് ശരിക്കും? ടു ഇൻവൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷണിക്കുക. പിന്നെ എന്താണ്? ടു റിഫൈൻ, നന്നാക്കുക. ഇതാണ് ശരിക്കും അതിൻ്റെ ലിറ്ററൽ മീനിങ്, ആ റൂട്ടിൻ്റെ. അദബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇൻവൈറ്റ്, അതായത് ക്ഷണിക്കൽ, നന്നാക്കൽ. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ മീനിങ് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഹൗ യു ബിഹേവ് വിത്ത് അതേഴ്സ് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. അതായത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടും എങ്ങനെയാണ് പെരുമാറുന്നത്, പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും, അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. അതാണ് അദബ്. അപ്പോൾ അദബ് എന്തെന്നാണ് ശരിക്കും നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയാണ്, നമ്മളത് പഠിക്കുകയും ചെയ്യും, നമ്മളത് പ്രാക്ടീസിൽ വരുത്തിക്കുന്ന ഒരു സംഗതിയാണ്. ഇറ്റ് ഈസ് ഓഫൺ വിസിബിൾ, അതായത് പുറമേ കാണുന്ന ഒരു സംഗതിയാണ്. ഇറ്റ് ഈസ് സോഷ്യൽ. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും പറയുന്നത് മുമ്പേ നമ്മൾ സലാം പറഞ്ഞിട്ട് തുടങ്ങൽ, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറൽ, മറ്റുള്ളവർ നമ്മളടുത്ത് സംസാരിക്കുമ്പം നമ്മളത് ഇൻറ്ററപ്റ്റ് ചെയ്യാണ്ട് അവരെ കേൾക്കൽ. പിന്നെന്താണ്? ഒരു ഗ്യാതറിങ്ങിൽ നല്ല അച്ചടക്കത്തോടെ ഇരിക്കുന്നത്, അത് അദബിൽ പെടും. പിന്നെന്താണ്? ഗിവിങ് പീപ്പിൾ ദെയർ ഡ്യൂ റെസ്പെക്റ്റ്, അതായത് ഓരോ ആൾക്കാർക്ക് അനുസരിച്ചിട്ട് അവർക്ക് ആ റെസ്പെക്റ്റ് കൊടുക്കുന്നത്, ഇതെല്ലാം പാർട്ട് ഓഫ് അദബാണ്. ഇനി അഖ്ലാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? അഖ്ലാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ക്യാരക്ടറാണ്, നമ്മളെ ഡിസ്പൊസിഷൻ, അതായത് നമ്മളെ സ്വഭാവം, ശരിക്കുള്ള ഉള്ളിലുള്ള സംഗതി. അതിൻ്റെ റൂട്ട് തന്നെ എന്താണ്? ഖൽഖ് എന്നാണ് വരുന്നത് അല്ലേ? ഹുലുക്ക് എന്താണ്? ഖാഫ് ലാം ഖാഫ്. അതെന്താണ് ശരിക്കും? അത് ഖാഫ് ലാം ഖാഫ്. അതിൻ്റെ മീനിങ് ഇന്നർ സ്റ്റേറ്റാണ്. നേച്ചർ, അതായത് എങ്ങനെയാണ് ഓരോ സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ എങ്ങനെയാണ് ആ റെസ്പോൺസ് വരുന്നത്. ബിഫോർ ഷോയിങ് ഇറ്റ് ഔട്ട് സൈഡ് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഒരു ഇത് വരുമല്ലോ, അതായത് ദേഷ്യമോ അല്ലെങ്കിൽ പേഷ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് അഹങ്കാരമായിട്ടോ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എന്താണ് ശരിക്കും അഖ്ലാഖ്? റൂഹിൻ്റെ ഒരു സ്വഭാവമാണത്. ഉള്ളിലുള്ള നഫ്സിൻ്റെ, റൂഹല്ല നഫ്സിൻ്റെ ഒരു സ്വഭാവം. അതായത് ആരും കാണാത്തേരം ഉള്ള നമ്മളുടെ ഒറിജിനലായിട്ടുള്ള റിയാക്ഷൻ, അതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലുള്ള സിൻസിയറിറ്റി ഇൻ യുവർ വേർഡ്സ്, അതാണ്. അതായത് നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുന്നു, ചിലപ്പോൾ അയാളെ നമ്മൾക്ക് വലിയ ഇഷ്ടമല്ല, അപ്പം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ തീരെ ഇഷ്ടമില്ലാണ്ടാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ പുറമേ കാണിക്കുന്നത് എന്താണ്? ആ ഇഷ്ടക്കേട് കാണിക്കുന്നില്ല, നല്ല രീതിയിൽ തന്നെ, പക്ഷെ ഉള്ളിൽ എന്താണ്? ഒരു ഇഷ്ടക്കേട് ഉണ്ട് ഉള്ളിൽ. ഇതാണത്. പിന്നെന്താണ് അഖ്ലാഖ്? അപ്പോൾ അഖ്ലാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല ആയിരിക്കണം. എങ്ങനെയായിരിക്കണം നമ്മൾ? അതായത് നമ്മൾ സിൻസിയറായിട്ടായിരിക്കണം മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്. അതാണ് നന്നായിട്ടുള്ള അഖ്ലാഖ്. ഗുഡ് അഖ്ലാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം ഉള്ളിലും ഒന്നും വെച്ചിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത്, നല്ല രീതിയിൽ സിൻസിയറായിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ദേഷ്യം, അരിശം, ഗ്രഡ്ജസ് ഇതൊന്നും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവരുത്. അതായത് നമ്മൾ ഗുഡ് അഖ്ലാഖിൻ്റെ ഭാഗമാണിതൊക്കെ. അതായത് നമ്മളിപ്പം സത്യം പറയണമെങ്കിൽ അത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഒരു എന്താണ്, അതൊരു നെഗറ്റീവായിട്ട് നമ്മൾക്ക് വരുന്നതാണെങ്കിൽ പോലും എന്താണ് ഗുഡ് അഖ്ലാഖ്? എന്താണ്? നമ്മൾ സത്യം പോലെ തന്നെ പറയൽ. പിന്നെന്താണ്? സ്റ്റേയിങ് കാം അണ്ടർ പ്രഷർ. ഇതെല്ലാമാണ് എന്താണ്? ഗുഡ് അഖ്ലാഖ്. ഇതെല്ലാം ഉള്ളിലുള്ള സംഗതികളാണ് ഈ അഖ്ലാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അദബ് എന്തെന്നാണ്? എക്സ്റ്റേണലി വാട്ട് യു ഷോ. അഖ്ലാഖ് എന്തെന്നാണ്? ഉള്ളിലുള്ള, നമ്മൾ ഓൾറെഡി ഉള്ളിലുള്ള ഒരു സ്വഭാവം. അതാണ് അഖ്ലാഖ്. ഇനിയിപ്പം നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? അതായത് ഫൗണ്ടേഷൻ ഓഫ് ഓൾ അദബ്.
ഓക്കെ. അതായത് എല്ലാത്തിൻ്റെ ഫൗണ്ടേഷൻ ഓഫ് അദബ് എന്തെന്നാണ്? ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അദബ് വിത്ത് അള്ളാഹ് സുബ്ഹാനഹു വ തആല. ഓക്കെ. എന്താണ് അദബ് വിത്ത് അള്ളാഹ്? എന്താണ് അള്ളാഹിനോടുള്ള അദബ് കാണിക്കൽ എന്തെന്നാണ്? അതായത് അത് നമ്മളെ മാനേഴ്സിൽ, ഓക്കെ, നമ്മളെ റെസ്പെക്റ്റിൽ, നമ്മളായി ഹമ്പിളായിട്ട് ആദരവോടെ നമ്മൾ അള്ളയായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾക്ക് വരണം. അതാണ് അദബ് വിത്ത് അള്ളാഹ്. അതായത് ജസ്റ്റ് റിച്വൽസിൽ മാത്രമല്ല, നമ്മളെ ഈ എന്തെന്നാണ് നിസ്കാരത്തിലും നമ്മളെ ഇതിൽ മാത്രമല്ല, നമ്മളെ ചിന്തയിലും നമ്മളെ നീയത്തിലും നമ്മളെ ഡെയിലി ബിഹേവിയറിലും ഒക്കെ എങ്ങനെയായിരിക്കണം? അതായത് അള്ളയാണ് നമ്മളുടെ എന്താണ് ഖാലിഖ്, നമ്മൾ അള്ളാൻ്റെ അടിമ, അള്ളയാണ് നമ്മളെ മാസ്റ്റർ, നമ്മളാണ് അടിമ. ഇങ്ങനത്തെ ഒരു ഇതായിരിക്കണം ഒരു ബിലീവറിന് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഓക്കെ, നമ്മളൊരു അടിമയാണ്, അള്ളയാണ് നമ്മളുടെ മാസ്റ്റർ. ഓക്കെ. ഇനിയിപ്പം കീ കോമ്പണൻസ്, ഓക്കെ, എന്താണ് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളയായിട്ടുള്ള ഈ അദബിൽ വരാൻ പോകുന്നത്? നമ്പർ 1 എന്താണ്? അതായത് നമ്മൾ മനസ്സിലാക്കാൻ അള്ളാഹ് സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ സൃഷ്ടാവ്, നമ്മളെല്ലാം ഹിസ് ക്രിയേഷനാണ്, നമ്മളൊരു അടിമയാണ്. ഓക്കെ, ഹീ ഈസ് ദി ഓണർ. ഓക്കെ, അള്ളാഹ് സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ്. എന്താണ് ഖാലിഖ്? നമ്മളെ സൃഷ്ടിച്ചവന്, നമ്മളെ ഓണർ, മാലിക് ഓണർ, നമ്മളെ ഓൺ ചെയ്യുന്നവൻ. ഓക്കെ, അള്ളാഹ് ഓൺസ് അസ് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട്. ഹീ ഈസ് അവർ ഓണർ. ഓക്കെ, അള്ളാഹ് ക്യാൻ ഡു എനിത്തിങ് വിത്ത് അസ്, അല്ലേ? സസ്റ്റെയ്നർ. എന്താണ് സസ്റ്റെയ്നർ? നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നവൻ. ഓക്കെ, അപ്പം അള്ളാഹ് സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം എല്ലാവർക്കും, നമ്മൾക്ക് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും അള്ളാഹ് സുബ്ഹാനഹു വ തആല ഖാലിഖ്, മാലിക്, മുദബ്ബിർ, മുറബ്ബി, ഇതൊക്കെയാണ്. ഓക്കെ, അതും എന്താണ്? അള്ളാഹ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ആവശ്യമാണ്, അള്ളാഹ്ക്ക് നമ്മൾ ആവശ്യമില്ല, അല്ലേ? ഹീ ഈസ് നെവർ ഇൻ നീഡ് ഓഫ് യു. പക്ഷേ നമ്മൾക്ക് എപ്പോഴും അള്ളാഹ് സുബ്ഹാനഹു വ തആലനെ ആവശ്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അദബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ, ഓക്കെ, എന്താണ് അദബ്? അതായത് നമ്മളും അള്ളാഹ് സുബ്ഹാനഹു വ തആലയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മളത് ഈസി ആയിട്ട് എടുക്കരുത്. ഇറ്റ് ഈസ് നോട്ട് കാഷ്വൽ റിലേഷൻഷിപ്പ്. ഓക്കെ, നമ്മളെ ഇബാദത്തുകളിലും നമ്മൾ പറയുന്ന ഉപയോഗിക്കുന്ന വാക്കുകളിലും നമ്മളെ ബിഹേവിയറിലും എല്ലാം നമ്മൾ ആ ഒരു ഹമ്പിൾനെസ് നമ്മൾ കാണിക്കണം. ഓക്കെ, നമ്മൾ ആ റെസ്പെക്റ്റ് കാണിക്കണം, നമ്മൾക്ക് മനസ്സിലാവണം. അതായത് അള്ളാഹ് സുബ്ഹാനഹു വ തആല ആരാണെന്നുള്ള ആ ബോധം എപ്പോഴും വേണം. ഓക്കെ, പിന്നെന്താണ് രണ്ടാമത്തെ പോയിൻറ്റ്? അതായത് അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ കമാൻഡ്സിൽ, ഓക്കെ, അള്ളാഹ് എന്താണ് നമ്മളോട് പറയുന്നത് അത് നമ്മൾ അങ്ങ് ഒതുങ്ങിക്കൊടുക്കുക. സബ്മിറ്റിംഗ് ടു ഹിസ് കമാൻഡ്സ് വിത്തൗട്ട് ആരോഗൻസ്. അതായത് ഒരു മടി കൂടാതെ, ഒരു അഹങ്കാരം കൂടാതെ, ഈവൻ വെൻ, അതായത് ചില സമയത്ത് നമ്മൾക്ക് എന്താണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ലോസ്, കമാൻഡ്സ് എന്തിനാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നാലും ഈവൻ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അള്ളയാണ് നമ്മളെ റബ്ബ്, അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളൊക്കെ, അല്ലേ? അതുകൊണ്ട് എന്താണ് നമ്മൾ തർക്കമില്ല, വാദമില്ല, നമ്മൾ അനുസരിക്കുക. സമഅന വ അതഅന. എങ്ങനെയാണ് വേണ്ടത്? ഉള്ളിൽ നിന്ന് തന്നെ അത് വരണം. സമഅന വ അതഅന വെറും വാക്കാലെ മാത്രമല്ല, നമ്മളെ ഹൃദയത്തിൽ തന്നെ വരണം. ഓക്കെ, സൂറ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറൻ. എന്താണ് പറയുന്നത്? അതായത് ഒരു വിശ്വാസിയായ പെണ്ണിനും ആണിനും, ഓക്കെ, അള്ളാഹ് സുബ്ഹാനഹു വ തആലയും അള്ളാഹിൻ്റെ റസൂലും ഒരു കാര്യത്തെ പറ്റി എന്താണ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഐ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഓക്കെ, അതായത് അവർക്ക് പിന്നെ അതിലൊരു ചോയ്സും ഇല്ല. അതായത് അള്ളാഹ് സുബ്ഹാനഹു വ തആലയും അള്ളാഹിൻ്റെ റസൂലും കൂടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുമില്ല അത് മാറ്റാൻ. ഓക്കെ, വമൻ യഅസില്ലാഹ വ റസൂലഹു. എന്താണ് പറയുന്നത്? ആരാണ് അള്ളാഹ് സുബ്ഹാനഹു വ തആലയെയും അള്ളാഹിൻ്റെ റസൂലിനെയും എന്താണ് ധിക്കരിക്കുന്നത്, അനുസരണക്കേട് കാട്ടുന്നത്, ഫഖദ് തീർച്ചയായും അവനിക്ക് ദല്ല ദലാലൻ മുബീന, അവൻ എന്താണ് അവന് ശരിക്ക് മിസ് ഗൈഡൻസിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? അതായത് ദലാലയിൽ ഹീ ഈസ് കംപ്ലീറ്റ്ലി വഴിതെറ്റിപ്പോയി എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് അള്ളയും റസൂലും എന്താണ് പറയുന്നത്? നമ്മൾ സമഅന വ അതഅന. ഓക്കെ, അപ്പം ഇവിടെ അദബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വി ഡോണ്ട് പിക്ക് ആൻഡ് ചൂസ് ഫ്രം ദ ദീൻ. അള്ളാൻ്റെ ദീനാണ്, നമ്മൾക്ക് ചൂസ് ചെയ്യാനും ഇത് ചെയ്യുക, അത് ചെയ്യുക, മറ്റേത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട, അതല്ല. എന്താണ് പറയുന്നത്? നമ്മളത്
ഹമ്പിളായിട്ട് നമ്മളത് ഫോളോ ചെയ്യുക. സമയന വ അതാന, വേറെ വാക്കുകളൊന്നുമില്ല. ഐ തിങ്ക്, ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഇവരിങ്ങനെ പറഞ്ഞ് ഒന്നുമില്ല. അള്ളയും റസൂലും എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ സമയന വ അതാന. ഓക്കെ. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? അതായത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം വിത്ത് പ്രസൻസ് ചെയ്യാൻ. അതായത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാതിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്നുണ്ടല്ലോ ചില കാര്യങ്ങൾ, നമ്മളോട് ഓട്ടോമാറ്റിക് മോഡ് മാറ്റിയിട്ട് നമ്മൾ ഫുൾ പ്രസൻസ് അതിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ, ഹമ്പിളായിട്ട്. ഓക്കെ. അതായത് നമ്മൾ നിസ്കരിക്കുമ്പം നമ്മൾ ഫുൾ ഫോക്കസ് ആ നിസ്കാരത്തിലായിരിക്കണം. അത് വേഗം ചെയ്ത് തീർക്കാനുള്ള തത്രപ്പാടില്ലല്ല. ഓക്കെ. അതായത് അതിങ്ങനെ ഒരു 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 ജോലി പോലെ അതങ്ങ് ആ പണി അങ്ങ് തീർത്തേക്കാം, അങ്ങനെയല്ല. അതായത് നിസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫോക്കസ്, ഫുൾ അറ്റൻഷനായിട്ട് വേണം നിസ്കരിക്കാൻ. അവിടെ ഇവിടെയും ചൊറിഞ്ഞിട്ടും, ഓക്കെ, അതായത് ആവിയിട്ട് കൂട്ടിയിട്ടും, പിന്നെന്താണ് നമ്മൾ ഖുർആനെല്ലാം ഓതുമ്പം, ഓക്കെ, ഖുർആൻ ഓതുമ്പം നമ്മൾ ആവിയിട്ട് കൂട്ടിയിട്ടും അവിടെ നോക്കിയിട്ടും ഇവിടെ നോക്കിയിട്ടും ചൊറിഞ്ഞിട്ടും, ചില ഫോൺ എടുത്ത് നോക്കിയിട്ട് ഫോൺ തോണ്ടി കളിച്ചിട്ടും ഓത്ത് ഇവിടുന്ന് നടക്കുന്നുണ്ട്, ഫോൺ ഇപ്പുറം നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, വി ആർ നോട്ട് പുട്ടിങ് ആർ ഹോൾ ഇത് അല്ലേ. നമ്മളതായത് നമ്മൾ അള്ളാൻ്റെ ഇപ്പം ശരിക്കും പറയാമെന്ന് വെച്ചാൽ നമ്മളെല്ലാം സ്റ്റുഡൻസ് ഓഫ് നോളേജാണ്. ഓക്കെ. നമ്മൾ പലതും പഠിക്കുന്നുണ്ട് അല്ലേ, ഈ ദീനിൻ്റെ കാര്യങ്ങൾ കുറേ പഠിക്കുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇപ്പം ഓൺലൈൻ പഠിത്തം തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, അതായത് നമ്മൾ എത്ര വേഗമാണ് ഓൺലൈൻ ഇതിൽ ഇരിക്കുമ്പം ഡിസ്ട്രാക്ഷൻ വരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ എന്താണ് പഠിക്കുന്നത്. അള്ളാൻ്റെ കലാമാണ്, അള്ളാൻ്റെ ദീനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആവി പുട്ടിങ് ആർ ഹോൾ അറ്റൻഷൻ ഇൻ, നമ്മളെ മനസ്സ് പല സ്ഥലങ്ങളിലുമാണ് അല്ലേ, പലയിടത്തും അത് പോവും. ശൈത്താനെ എൻ്റെ അപ്പുറം കൽപ്പിക്കുകയും ചെയ്യും. അപ്പം എന്താണ് അദബ് എന്തെന്നാണ്? ഈ അദബ് എങ്ങനെയാണ് നമ്മൾ ശരിക്ക് നമ്മളെ ഫുൾ ഫോക്കസ് അതിലേക്കായിരിക്കണം. എന്ത് നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പം അത് ഇഖ്ലാസോട് കൂടി നല്ല നീയത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എന്താണ്, അതായത് നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അള്ളാൻ്റെ മുമ്പിൽ, മാലിക്കുൽ മുൽക്കിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ബോധം നമ്മൾക്ക് വേണം. അതൊരു പണി തീർക്കുന്ന പോലെ ആവരുത്. ഓക്കെ. നാലാമത്തെ പോയിൻ്റ് എന്താണ്? അള്ളാഹ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എന്താണ് വിധിച്ചിട്ടുള്ളത്, അള്ളാൻ്റെ ഖദർ, അതിനെ പറ്റിയിട്ട് ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല. എന്താണ് ശരിക്കുള്ള അദബ് ഈ കാര്യത്തിൽ അദബ് എന്താണ്? അള്ളാഹ് സുബ്ഹാനഹു വ തആലൻ്റെ ഖദർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ. ഓക്കെ. അതായത് ഒരിക്കലും നമ്മൾ ചോദിക്കാൻ പാടില്ല, ഇതെന്തിനാ എനിക്കിങ്ങനെ സംഭവിച്ചത്, ഇത് ശരിയല്ല, ഇതൊന്നും എനിക്ക് സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ എത്ര ഓതുന്നതാണ്, ഞാൻ എത്ര ദീനിയായിട്ടാണ് നടക്കുന്നത്, എന്നാലും എനിക്കിങ്ങനെ വന്നു പോയല്ലോ. ഒരിക്കലും നമ്മളെ വായിൽ നിന്ന് ഈ വാക്കുകളൊന്നും വരാൻ പാടില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാൻ്റെ അടുത്ത് തവക്കുൽ, അത്രയേ ഉള്ളൂ, തവക്കുൽ കാട്ടാൻ. അള്ളയാണ് നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷൻ തന്നത്, അതിലെന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവും. ഇതിൽ അള്ളയാണ് നമ്മളെ റബ്ബ്, നമ്മളാണ് അടിമ. അന്നേരമാണ് നമുക്ക് ആ ബോധം വരേണ്ടത്. ഒരടിമക്ക് എന്താണ് വേറെ ചോയ്സോ വേറെ അടിമക്കുള്ള സംഗതികൾ ചെയ്യില്ല. അടിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റബ്ബ് പറയുന്നത് അതിലേക്ക് അങ്ങ് നമ്മൾ ഒതുങ്ങിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഖദർ എന്താണാവോ, എന്ത് സിറ്റുവേഷനിലാണ് അള്ളാഹ് സുബ്ഹാനഹു വ തആല നമ്മളെ ഇടുന്നത്, അള്ളാഹ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. അപ്പോൾ എന്താണ്, ട്രയൽസ്, കലാമിറ്റി, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? സബറിൻ്റെ ആറ്റിറ്റ്യൂഡായിരിക്കണം അല്ലേ. പിന്നെന്താണ്, സമാധാനപരമായ ജീവിതം, സമാധാന സമയത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം നമ്മളെ ആറ്റിറ്റ്യൂഡ്? ശുക്റായിരിക്കണം നമ്മളെ ആറ്റിറ്റ്യൂഡ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ സൂറ ബഖറയിൽ, എന്താണ്, അസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും. അതായത് ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഗതി ചിലപ്പോൾ നിങ്ങൾക്ക് നന്മയായിരിക്കും, അത് നല്ലതായിരിക്കും. വ അസ അൻ തുഹിബ്ബു ഷൈഅൻ, ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗതി വഹുവ ശർറുൻ ലക്കും, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മോശമായിരിക്കും. വല്ലാഹു യഅലമു, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് അറിയുന്നത്. വ അൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്നായിട്ടറിയാം എന്താണ് വേണ്ടുന്നത്, എന്താണ് ഈ സമയത്ത് ഇവർക്ക് വേണ്ടുന്നത്, എല്ലാം അള്ളാഹ്ക്കറിയാം. ട്രസ്റ്റ് ഇൻ ദാറ്റ്, അത്രയേ ഉള്ളൂ. ആ ഖദർ, ട്രസ്റ്റ് ഇൻ ഇറ്റ്, അള്ളയിൽ ട്രസ്റ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഓക്കെ. അതാണ് അദബ്. ഓക്കെ. ഇവിടെ അദബ് എങ്ങനെയാണ്? വി ട്രസ്റ്റ് അള്ളാഹ് കംപ്ലീറ്റ്ലി. സബർ കാണിക്കുക, അങ്ങനത്തെ സമയത്ത്, പ്രശ്നമുള്ള സമയത്ത് സബർ കാണിക്കുക, നല്ല സമയത്ത് ശുക്ർ കാണിക്കുക. ഇതായിരിക്കണം ഒരു ബിലീവറിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ. അഞ്ചാമത്തെ പോയിൻ്റ് എന്താണ്?
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മളെ ആദരവോടെ വേണം നമ്മൾ സംസാരിക്കാൻ. ഓക്കെ, അവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാഷ്വലായിട്ടോ കളി തമാശയായിട്ടോ ജോക്കായിട്ടോ ഒന്നും എടുത്തിട്ട് അള്ളാൻ്റെ പേരുകളോ അള്ളാൻ്റെ ആട്രിബ്യൂട്ട്സ് ഒന്നും അങ്ങനെ നമ്മൾ എന്താണ് ആ ഒരു ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു ആദരവോട് കൂടി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ അതിങ്ങനെ കാഷ്വലായിട്ട് എടുക്കാൻ പാടില്ല. അള്ളാഹ് ഗഫൂർ റഹീം അല്ലേ, അള്ളാഹ് റഹ്മാനല്ലേ, അള്ളാഹ് അങ്ങ് പുറത്ത് തരും, അങ്ങനെയല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹിനോടൊന്ന് ചോദിച്ചാൽ പോരെ, അള്ളാഹ് അങ്ങ് പുറത്ത് തരൂലേ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴും ഒരു ബിലീവർ എങ്ങനെയായിരിക്കണം? ഹോപ്പും ഫിയറിൻ്റെ വെൽ ബാലൻസ്ഡ് ആയിരിക്കണം അല്ലേ. കൂടുതൽ ഹോപ്പും പാടില്ല, കൂടുതൽ ഫിയറും പാടില്ല, വെൽ ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം. അപ്പോൾ എന്താണ്? ഓൾവേസ് സ്പീക്ക് റെസ്പെക്റ്റ്ഫുള്ളി ഓഫ് അള്ളാഹ്. അള്ളാഹിനെ പറ്റിയിട്ട് അള്ളാഹ് ഇവനിക്ക് പുറത്തു കൊടുക്കൂല, ഇവനിക്ക് മറ്റേതാക്കൂല, എനിക്ക് സ്വർഗം തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ ഇതൊന്നും പറ്റൂല. അതായത് അള്ളാഹ് സുബ്ഹാനഹു വ തആലയെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അതാണ് അദബ്. ഓക്കെ, ഈ കാര്യത്തിലുള്ള അദബ്. 6ാമത്തെ പോയിൻ്റ് എന്താണ്? അതായത് നമ്മളെ പ്രൈവറ്റിൽ നമ്മളെങ്ങനെയാണ്, നമ്മളെ പ്രൈവറ്റ് ലൈഫിൽ ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം അറിയാം. അള്ളാഹ് എല്ലാം നമ്മളെ ഹൃദയത്തിലുള്ളത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായിട്ട് വെരി ടൈനി ആയിട്ട് ആരും അറിയാത്തതും കേൾക്കാത്തതും വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അതായത് നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ സൃഷ്ടിച്ചവനിക്ക് എന്താണ്? അവൻ ലത്തീഫാണ്. അതായത് ലത്തീഫ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കാര്യത്തെ പറ്റിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നല്ല ബോധമുണ്ട്. ഓക്കെ, അൽ ഖബീർ എല്ലാം അറിയുന്നവനാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് നമ്മൾ എപ്പോഴും ഓർക്കാനും, നമ്മൾ ഒറ്റക്കായാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒറ്റക്കായാലും ആരും കാണുന്നില്ല, അപ്പം ഞാനൊക്കെ പലതും കളിച്ചു വെക്കാമെന്നല്ല. അതായത് അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് കേൾക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് എല്ലാം നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അപ്പോൾ എന്താണ് ഈ അദബ് അവിടെ നമ്മൾ കാണിക്കേണ്ടത്? എന്താണ്? നമ്മൾ ഒറ്റക്കായാൽ പോലും നമ്മൾക്ക് അള്ളാഹിൻ്റെ ബോധം വേണം അല്ലേ. അനുസരണയോട് കൂടി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത്. ഓക്കെ, 7ാമത്തെ പോയിൻ്റ് എന്താണ്? 7ാമത്തെ പോയിൻ്റ്, നമ്മൾ അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുവ ചെയ്യുമ്പം നമ്മളെങ്ങനെയാണ് ദുവ ചെയ്യേണ്ടത്? വിത്ത് ഹോപ്പ്, നല്ല പ്രതീക്ഷയോട് കൂടി, ഹമ്പിളായിട്ട്, നല്ല മാനേഴ്സിലാണ് നമ്മൾ ശരിക്കും ദുവ ചെയ്യേണ്ടത് അള്ളാഹിൻ്റെ അടുത്ത്. ഓക്കെ, നമ്പർ 1 എങ്ങനെയാണ്? നമ്മൾ അള്ളാഹ് സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ്? ഡെസ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതായത് എങ്ങനെയാണ് നമ്മൾ ഞാനിങ്ങനെ ചെയ്തതല്ലേ, ഞാൻ ചോദിക്കുന്നില്ലേ, ഞാൻ ചെയ്യുന്ന പോലെ ആരും ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അനക്കെന്തായാലും കിട്ടും, എൻ്റെ ദുവ അള്ളാഹ് കേൾക്കും, അങ്ങനെയല്ല. ഡെസ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ദുവ ചെയ്യേണ്ടത്. നമ്മൾക്ക് പ്ലീഡ് ചെയ്തിട്ട് ഒരു ബെഗറിനെ പോലെ അല്ലേ, ഒരു ബെഗറിനെ പോലെയാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിങ്ങനെ യാചിക്കുന്നത്. നമ്മളെ കൈകൾ തന്നെ കാണുന്നില്ല, ആ പൊസിഷൻ യാചിക്കുന്ന രീതിയിലാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചോദിക്കേണ്ടത്. ഓക്കെ, അതും ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ഞാൻ കുറേ ദുവ ചെയ്ത് പക്ഷെ എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. ഒരിക്കലും അത് പറയാൻ പാടില്ല, ഒരിക്കലും. ബിക്കോസ് അത് നല്ല അദബല്ല. എന്താണ് നല്ല അദബ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ അള്ളയാണ് അൽ കരീം, ദ മോസ്റ്റ് ജനറസ്. അപ്പം നമ്മൾ ആലോചിക്കാൻ ആരോടാണ് ചോദിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കരീമിനോട് ആണ് ചോദിക്കുന്നത്. അള്ളാഹ്ക്ക് എന്തും നമ്മളെ കാര്യങ്ങൾ സാധിച്ചു തരാം. ആ നല്ല വിശ്വാസത്തോടു കൂടി, നല്ല അഖ്ലാഖോട് കൂടിയാണ്, അതായത് നല്ല അദബോട് കൂടിയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, ഉദ്ഉ റബ്ബക്കും തദറുവൻ വഖുഫിയ. എന്താണ് പറയുന്നത്? ഉദ്ഉ റബ്ബക്കും തദറുവൻ വഖുഫിയ. നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ വിളിക്കൂ നിങ്ങളെ റബ്ബിനെ. തദറുവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹമ്പിളായിട്ട് വഖുഫിയ, അതായത് സീക്രറ്റായിട്ട്, ഹമ്പിളായിട്ട്, ഭയത്തോടു കൂടി, അങ്ങനെയാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? നമ്മൾ ആരെ മുമ്പിലാണ് നിൽക്കുന്നത്? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു വലിയൊരു രാജാവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രീൻ്റെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റിൻ്റെ മുമ്പിലോ നിൽക്കുന്നതാണെങ്കിൽ ഓക്കെ, അവരോട് നമ്മളിപ്പോൾ അവിടെ ഒരു പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്റർ ഓഫ് എ കൺട്രി നമ്മളെ വിളിച്ചെന്ന് വിചാരിച്ചോ, അല്ലെ വലിയ ഷെയ്ക്ക് നമ്മളെ വിളിച്ചെന്ന് വിചാരിച്ചോ, നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമോ? ഇങ്ങനെ കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുമോ? നമ്മളെ ഇരുത്തവും ഇതുമെല്ലാം ഇങ്ങനെ കാഷ്വലായിട്ടാണ് നമ്മൾ ഇരിക്കാൻ കുറേ ആവിയിട്ടിട്ടും ഇതാക്കിയിട്ടും, അതായത് അവിടുത്തെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാണ്ട് നിൽക്കുമോ? ഇല്ലല്ലോ. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കുമോ? ഇതെന്തിനാ അങ്ങനെ നമ്മൾ ചോദിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള മാലിക്കുൽ മുൽക്കിൻ്റെ മുമ്പിലാണ് നമ്മൾ
എപ്പോഴും വി ആർ ഇൻ ഹിസ് പ്രസൻസ് അല്ലേ. അതുകൊണ്ട് നമ്മൾ അതായത് എത്ര കൂടുതൽ റെസ്പെക്റ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കേണ്ടത്. നമ്മൾ സംസാരത്തിലും നമ്മളെ ബിഹേവിയറിലും നമ്മളെ ബോഡി ലാംഗ്വേജിലും നമ്മളെ വാക്കുകളിലും പിന്നെന്താണ് നമ്മളെ ചിന്തയിൽ പോലും നമ്മൾ അതിനെ ശരിയാക്കണം. നമ്മൾ ആരെ മുമ്പിലാണുള്ളത് എന്നുള്ള ആ ബോധം നമ്മൾക്ക് എന്തായാലും വേണം. അപ്പോൾ ഇതാണ് ഈ അദബ്. ഓക്കെ, അപ്പോൾ അതായത് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ അദബ് വിത്ത് അള്ളാഹ്. ഈ അദബ് അള്ളയായിട്ടുള്ള ഈ അദബ് കുറച്ച് കൂട്ടി വെക്കണമെങ്കിൽ എങ്ങനെയാണ് പ്രാക്ടിക്കൽ വേസ് ടു ഡു ഇറ്റ്. ഓക്കെ, നമ്പർ 1 നമ്മളെ നിസ്കാരം നമ്മൾ ഒന്ന് മെല്ലെ ഫോക്കസ് ചെയ്തിട്ട് അത് മനസ്സിനെ തട്ടിയിട്ട് വാക്കുകൾ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാൻ നല്ല ഹുഷിയോട് കൂടി നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ പേരുകളും ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കുക, നമ്മളത് പഠിക്കുക, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. അപ്പോൾ നമ്മൾക്ക് അള്ളാഹ് ആരാണെന്നുള്ള ആ ബോധം നമ്മൾക്ക് അന്നേരം വരും. ശരിക്കും അള്ളാഹിൻ്റെ പേരുകളും അള്ളാഹിൻ്റെ ബ്യൂട്ടിഫുൾ അസ്മാഉൽ ഹുസ്ന എന്നല്ല പറയുന്നത്, അള്ളാഹിൻ്റെ പേരുകളും ആട്രിബ്യൂട്ട്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിനെ കൂടുതലാണ് നമ്മൾക്ക് സ്നേഹവും ആദരവും എല്ലാം വരാൻ. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് പ്രാക്ടിക്കൽ വേസാണ് ഇതൊക്കെ. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ദുആ അദ്കാർ ഇതൊക്കെ നമ്മൾ മീനിങ് മനസ്സിലാക്കിയിട്ട്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. നമ്മൾ ചിലപ്പോൾ മോർണിംഗ് ഈവനിങ് അദ്കാറെല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചടടാന്ന് പറഞ്ഞിട്ട് അവിടെ തീർക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് അത് ശരിക്ക് മനസ്സിൽ നമ്മൾ ആ മനസ്സിലാക്കിക്കൊണ്ട് ആ മീനിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ. ഓക്കെ, നാലാമത്തെ പോയിൻ്റ് അത് നമ്മൾ ആ മീനിങ്ങും ഇതുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നത് ശരിക്കും അതിൽ നിന്നാണ് നമ്മൾക്ക് ശുക്റും നമ്മൾക്ക് അള്ളാഹിനോടുള്ള ഈ ആദരവ് വരാൻ. ഓക്കെ, നാലാമത്തേത് വേണ്ടാത്ത കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് പ്രത്യേകിച്ച് ദീനപരമായ കാര്യങ്ങളെ പറ്റിയിട്ട് വേണ്ടാത്ത അറിവില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ദീനിനെ പറ്റിയിട്ടും അള്ളാഹിനെ പറ്റിയിട്ടും റസൂലിനെ പറ്റിയിട്ടും എല്ലാം സംസാരിക്കാൻ. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖദറിലേക്ക് അങ്ങ് കീഴൊതുങ്ങി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വരാൻ തവക്കുൽ കാട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ തവക്കുൽ കാട്ടിക്കഴിഞ്ഞാൽ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിൽ ഗെറ്റ് us ത്രൂ ഇറ്റ്. ആ ഒരു ബോധം നമ്മൾക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അദബ് വിത്ത് അള്ളാഹ്. ഓക്കെ, ഇനി ഇന്ന് ഒരു ദുവയും കൂടി നമ്മൾക്ക് പഠിക്കാം. ഓക്കെ, ഈ ദുവ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ദുവ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. അല്ലാഹുമ്മ ഇന്നി, അള്ളാഹ് തീർച്ചയായും ഞാൻ, അഊദു ബിക നിന്നോട്, ഓക്കെ നിന്നിൽ രക്ഷ തേടുന്നു, എന്തിൽ നിന്ന്? മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്. മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് എന്ന് പറയുന്നത് മോശമായ അഖ്ലാഖിൽ നിന്നും, വൽ അഅമാൽ മോശമായ അമലിൽ നിന്നും, ഓക്കെ വൽ അഹ്വാ മോശമായ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ രക്ഷ തേടുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത്. ഓക്കെ, ഇങ്ങനത്തെ മോശമായ കാര്യങ്ങൾ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ദുവയാണ്. അപ്പം നിങ്ങൾ ഈ ദുവയും കൂടി പഠിച്ചു വെക്കുക, സുജൂദിലും എല്ലാം ദുവ ചെയ്യാൻ. ഓക്കെ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അദബ് വിത്ത് അള്ളാഹ്. ഇനി നമ്മൾ ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് ഇനി നോക്കാം, അതായത് റസൂലായിട്ടുള്ള അദബ്, ആൾക്കാരായിട്ടുള്ള അദബ് എങ്ങനെയാണൊക്കെ. ഓക്കെ, അഖ്ലാഖിൻ്റെ കാര്യം നമുക്ക് നോക്കാം ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.